അപകടാവസ്ഥയിലായ ഇരിക്കൂർ പാലം തളിപ്പറമ്പ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. 70 വർഷം പഴക്കമുള്ള പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് അടുത്ത ദിവസം റിപ്പോർട്ട് നൽകും. പാലത്തിന്റെ ശോചനീയാവസ്ഥ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരിക്കൂർ പാലം നിർമ്മിച്ചിട്ട് 70 വർഷത്തിലധികം കഴിഞ്ഞു. കണ്ണൂർ, മട്ടന്നൂർ, തലശ്ശേരി, ചാലോട്, ഇരിട്ടി, ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിലേക്കുള്ള 40-ലേറെ ബസ്സുകളും നിരവധി വാഹനങ്ങളും ദിവസവും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. പയ്യാവൂർ, ഏരുവേശി, ശ്രീകണ്ഠപുരം, ചെങ്ങളായി ഉൾപ്പെടെ മലയോര മേഖലയിലുള്ളവർ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കും ഇരിക്കൂർ പാലത്തെയാണ് ആശ്രയിക്കുന്നത്. അപകടാവസ്ഥയിലുള്ള പാലത്തോടുള്ള അവഗണനയെപ്പറ്റി കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്നാണ് ഉദ്യോഗസ്ഥ സംഘം പാലം പരിശോധിച്ചത്. തളിപ്പറമ്പ് തഹസിൽദാർ പി സജീവൻ, പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സജിത്ത്, മട്ടന്നൂർ പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാർ, ഇരിക്കൂർ എസ്.ഐ മനോജ് കുമാർ, കൂടാളി പഞ്ചായത്ത് സെക്രട്ടറി കെ പി സുധീർ, ഇരിക്കൂർ പഞ്ചായത്ത് സെക്രട്ടറി എം വി മോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരിക്കൂർ പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച പരിശോധന നടന്നത്. പരിശോധന റിപ്പോർട്ട് അടുത്ത ദിവസം ബന്ധപ്പെട്ടവർക്ക് നൽകും. ഇരിക്കൂർ, കൂടാളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഉപരിതലം പല സ്ഥലങ്ങളിലും തകർന്ന നിലയിലാണ്. സ്പാനുകൾക്കിടയിലെ ടാറിംഗ് തകർന്ന വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. കൈവരകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളിലെയും കോൺക്രീറ്റുകൾ തകർന്ന് കമ്പികൾ പുറത്തായി. ഭാരമുള്ള വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പാലത്തിന് വിറയൽ അനുഭവപ്പെടുന്നുണ്ട്. കൂടാളി, ഇരിക്കൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. മലയോര മേഖലയുടെ പ്രധാന പ്രവേശന കവാടമായ ഇരിക്കൂർ പാലം ബജറ്റിൽ ഉൾപ്പെടുത്താൻ MLA-മാർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പരിഗണിച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയുള്ള സേതുബന്ധൻ പദ്ധതിയിലോ മറ്റേതെങ്കിലും പദ്ധതിയിലോ ഉൾപ്പെടുത്തി പുതിയ പാലം നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇരിക്കൂർ പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പരിശോധന നടന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.